Hello all and welcome to Career Talks with Avodha. അപ്പോൾ ഇന്നത്തെ Career Talks നമ്മോടൊപ്പം ഉള്ളത് വിഷ്ണുപ്രിയാണ്. വിഷ്ണുപ്രിയ, വെൽക്കം ടു Career Talks with Avodha. Thank you. Okay, വിഷ്ണുപ്രിയയുടെ സ്ഥലം എവിടാ? ഞാൻ മലപ്പുറം. മലപ്പുറമാണ്. ഓക്കെ. അപ്പം ഇപ്പൊ എന്ത് ചെയ്യാ? ഞാനിപ്പോ മെഡിക്കൽ കോഡറായിട്ട് കോറോ ഹെൽത്തിൽ പ്ലേസ്ഡ് ആണ്. ഓക്കെ. കേറിയിട്ടില്ല. ഓക്കെ. മെഡിക്കൽ കോഡർ ആണല്ലേ? ഓക്കെ. കമ്പനി ഡീറ്റെയിൽസ്, കമ്പനിയുടെ പേരെന്തായിരുന്നു? കോറോ ഹെൽത്ത്. കോയമ്പത്തൂർ ബേസ്ഡ് കമ്പനിയാണ്. ഓക്കെ. അപ്പൊ എങ്ങനെ വർക്ക് ഫ്രം ഹോം ആണോ അതോ ഓഫീസാണോ? അല്ല, വർക്ക് അറ്റ് ഓഫീസാണോ? ഓക്കെ. അപ്പൊ ജോയിൻ ചെയ്യാൻ നിൽക്കുകയല്ലേ? ഓക്കെ. അപ്പം വിഷ്ണുപ്രിയ മെഡിക്കൽ കോഡിംഗ് എന്ന കോഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെ അവോധയെ പറ്റി അറിഞ്ഞ, അവോധയെ പറ്റി എങ്ങനെ കേട്ടത്? ഫ്രണ്ട് വഴി തന്നെയാണ് അവോധനെ പറ്റി അറിഞ്ഞത്. അവരും ആക്ച്വലി മെഡിക്കൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പോഴാണ് എന്റെ അടുത്തും പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ അവോധനെ കേൾക്കുന്നതും പിന്നെ അതിൽ ജോയിൻ ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഓക്കെ. എന്നിട്ട് ജോയിൻ ചെയ്തു. മെഡിക്കൽ കോഡിംഗ് എന്ന കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു ഫീഡ്ബാക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവോധയില്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്, എന്താ പറയാ, റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരുന്നു എടുത്തിരുന്നത്. സോ അത് ഭയങ്കര കൺവീനിയന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പൊ എടുക്കാമെന്നുള്ള രീതിക്ക്. പിന്നെ ക്ലാസ്സസും ഭയങ്കര ക്ലിയർ ആയിരുന്നു. നോട്ട്സും അവര് ഫുൾ സ്ലൈഡ്സിലാണ് തന്നത്. പിന്നെ എന്താ ടെക്സ്റ്റ് ബുക്സും തന്നിരുന്നു, വിച്ച് വാസ് വെരി ഹെൽപ്ഫുൾ. ടെക്സ്റ്റ് ബുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്തിരുന്നു. ഓക്കെ. ഇതൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരുന്നല്ലേ? ക്ലാസിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും അവോധ പ്രൊവൈഡ് ചെയ്തിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ആക്ച്വലി ക്ലാസ്സസ് വളരെ നല്ലതായിരുന്നു. ടീച്ചേഴ്സും നല്ല ക്ലിയർ ആയിട്ട് എല്ലാം പറയുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. നോട്ട്സും ഉണ്ടായിരുന്നു. സോ എല്ലാം കൊണ്ടും നല്ലത് തന്നെയായിരുന്നു ക്ലാസ്സസ്. നല്ലതായിരുന്നു. ഓക്കെ. അപ്പം ക്ലാസിന്റെ ഇടയ്ക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നോ? അങ്ങനെ എല്ലാം ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ക്ലിയർ. അപ്പൊ ലൈവ് സെഷൻ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല ഡൗട്ട് ക്ലിയറിന്? ഇല്ല. കറക്റ്റ് നോട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഡൗട്ട് എല്ലാം ക്ലിയർ ആയി പോയിരുന്നു. ഡൗട്ട് ഒന്നും വരാറില്ലായിരുന്നല്ലേ? ഇല്ല. ഓക്കെ. അപ്പം വിഷ്ണുപ്രിയ ജാപ്പ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നോ? ഓക്കെ. ജാപ്പിൽ എങ്ങനെയായിരുന്നു പ്രൊസീജിയർ? ജാപ്പിന്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ജാപ്പ് സെഷൻസ് ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമ്മളെ കോഴ്സ് സാധാ നോർമൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അതിന്നും കുറെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജാപ്പ് ഇന്റർവ്യൂസ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, കുറെ നമുക്ക് കവർ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ട്രെയിനിങ് സെഷൻസ് ആയാലും കമ്പനിക്ക് എന്താണോ വേണ്ടത് കറക്റ്റ് ആയിട്ട് പോയിന്റ്സും പറയലും പിന്നെ ചോദിക്കലും നമ്മളെ കറക്റ്റ് ആയിട്ട് അവർ പ്രിപ്പയർ ചെയ്തിരുന്നു ജാപ്പ് സെഷൻസിൽ. ഓക്കെ. അപ്പം ഈ ഒരു പ്ലേസ്മെന്റിന് വേണ്ടിയും അവോധയുടെ പ്ലേസ്മെന്റ്സിൽ നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്താണോ? അവര് കോൺടാക്ട് ചെയ്തില്ലായിരുന്നോ? കോൺടാക്ട് ചെയ്തു. പിന്നെ കറക്റ്റ് ആയിട്ടെല്ലാം അവരുടെ സൈഡൊക്കെ ക്ലിയർ ആക്കിയിരുന്നു. ഓക്കെ. അപ്പം വിഷ്ണുപ്രിയ അവോധയിലേക്ക് അട്രാക്ട് ചെയ്തൊരു 2 ഫാക്ടേഴ്സ് പറയാമോ? ഒന്ന് ഓഫ് കോഴ്സ് എനിക്ക് ഫീസ് ആയിരിക്കും എന്ന് തോന്നുന്നു. അതിന് ശേഷം അടച്ചാൽ മതി എന്ന് പറയുമ്പോ അത് ആക്ച്വലി ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. പിന്നെ ക്ലാസ്സുകളും നല്ലതാന്ന് ആക്ച്വലി ഫ്രണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സോ അവര് വേണ്ടതൊക്കെ കവർ പറഞ്ഞിട്ട് അങ്ങനെയാണ് വന്നത്. ഓക്കെ. അപ്പൊ കവർ ചെയ്തിരുന്നു. അപ്പം മെഡിക്കൽ കോഡിംഗ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു കോഴ്സ് കൂടാണ് ഇപ്പൊ മെഡിക്കൽ കോഡിംഗ്. അപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ല എമൗണ്ടിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് കൂടാണ്. സോ അവോധയിലേക്ക് വന്നപ്പം 2800 മെഡിക്കൽ കോഡിംഗ് പോലൊരു കോഴ്സ് പഠിച്ച ആദ്യം ഡൗട്ട് തോന്നിയിരുന്നു, ഇതെന്താ വെർത്ത് ആയിരിക്കുമോ, അങ്ങനെ വല്ലതും തോന്നിയിരുന്നോ? അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആക്ച്വലി എനിക്ക്. ഐ മീൻ 2000 ഞാൻ വേറെ എല്ലായിടത്തും അന്വേഷിച്ചപ്പോ കൂടുതലായിട്ട് ഫീസും കാര്യങ്ങളും, പിന്നെ ഇവിടെ 2800 എന്ന് പറയുമ്പോൾ ഡൗട്ട്ഫുൾ തന്നെ ആയിരുന്നു. പക്ഷെ പിന്നെ ഞാൻ കുറെ അവോധനെ പറ്റി അങ്ങനെ അന്വേഷിച്ചപ്പോ എല്ലാരും ഭയങ്കര ഇതായിട്ടുള്ള റിവ്യൂസ് ആണ് തന്നത്. സോ അങ്ങനെ കണ്ടിന്യൂ ചെയ്തതാണ്. കണ്ടിന്യൂ ചെയ്തിട്ട് ഓക്കെ ആയിരുന്നു? 2800 കോഴ്സ് വർത്തായിരുന്നോ? വർത്തായിരുന്നു. മോർ ദാൻ വർത്ത് ആക്ച്വലി. ഓക്കെ. അപ്പം മെഡിക്കൽ കോഡിംഗ് നേരത്തെ എന്താ പഠിച്ചിരുന്നത് വിഷ്ണുപ്രിയ? ഞാൻ MSc ബോട്ടണിയാണ്.
MSc ബോട്ടണിയാണ്. ആ ഫീൽഡിൽ നിന്നാണ് മെഡിക്കൽ കോഡിങ്ങിലേക്ക് വന്നതല്ലേ? അതെ. ഓക്കെ ഓക്കെ. അപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആണോ ഈ മെഡിക്കൽ കോഡിങ്? എങ്ങനെയാണ് ഇതിന്റെ ഒരു ജോബ് ടൈറ്റിൽ വരുന്നത്? എന്താണ് ഇതിലുള്ള ജോബ് ടൈറ്റിൽ വരുന്നത്? മെഡിക്കൽ കോഡർ തന്നെയാണ്. നമ്മൾ പേഷ്യൻസിന്റെ ചാർട്ട് കോഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് തന്നെയാണ്. മെയിൻ അനാട്ടമി ഫിസിയോളജി ആണ് ഇതിൽ വരുന്നത്. സോ അതിൽ കറക്റ്റ് ആയിട്ട് ബേസ് ഉള്ളവർക്ക് പെട്ടെന്ന് ഇതാക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം ഈ കോഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമിൽ ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഫാമിലിയൊക്കെ എങ്ങനെ സപ്പോർട്ടീവ് ആയിരുന്നോ? അവര് സപ്പോർട്ടീവ് ആയിരുന്നു. അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് വേ ആണെന്ന് അറിഞ്ഞപ്പോ അവർക്ക് ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആയിരുന്നു. അപ്പം ഇപ്പൊ വിഷ്ണുപ്രിയയും സാറ്റിസ്ഫൈഡ് ആണല്ലേ? ഞാൻ സാറ്റിസ്ഫൈഡ് ഓക്കെ. ആണ്. അപ്പൊ വിഷ്ണുപ്രിയ, all the very best to your future and thank you for joining in Career Talks. Thank you so much.